ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അകറ്റി നിർത്തിയ നിങ്ങളുടെ വിഷമം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളില്ലാതെ ഈ വ്യക്തിയുടെ ഹൃദയം വേദനിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. അതായത് നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ മര്യാദക്ക് നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നതെന്നും അവരുടെ ആ ഒരു കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ, നിങ്ങളോട് ഏതൊരു മനോഭാവത്തോടെയാണ് നിൽക്കുന്നത്, അവരുടെ തീരുമാനം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ അറ്റൻഡ് ടു ദ ഡീറ്റെയിൽസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പക്ഷേ അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാവാം. ദൂരേക്ക് നടന്ന് നീങ്ങുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇടക്കിടക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പൊട്ടിത്തെറികൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിശ്വാസക്കുറവ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കണം നിങ്ങൾ മനഃപൂർവ്വം, അതായത് എൻ്റെ പ്രേക്ഷകർ, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും ഈ വ്യക്തിയിൽ നിന്നും അകന്ന് കഴിയുന്നുണ്ടാകാം. മനഃപൂർവ്വമാണ് അകന്ന് കഴിയുന്നത്, വേറൊന്നുമായിട്ടല്ല. നിങ്ങൾക്ക് തല്ലുപിടിക്കാനോ വാക്ക് തർക്കത്തിന് നിൽക്കാനോ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ, നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ എവിടെയാണ് എന്നുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ചറിയാനായിട്ട് വെമ്പൽ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ തിടുക്കം എടുക്കുന്നുണ്ട്, തിടുക്കം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാനും, നിങ്ങൾ എവിടെയാണെന്നും നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നും ഈ പേഴ്സൺ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ വേണ്ടാത്ത എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ രീതികൾ, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് അഗ്രസീവ് ആകുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, സമാധാനപരമായിട്ടുള്ള മനസ്സോട് കൂടി ഇരിക്കുക, പുതിയ പുതിയ നാമങ്ങള്, മന്ത്രങ്ങള്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നിങ്ങനെയുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു ഭൗതിക മാറ്റത്തോടു കൂടി, അതായത് ഭൗതിക സുഖങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങള്, ഇഷ്ടങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ പലപ്പോഴും ഈ പേഴ്സന്റെ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. സോ പലപ്പോഴും ഈ വ്യക്തിയുടെ കൺട്രോളിലായിരുന്നായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിക്കാം, ഇങ്ങനെ തന്നെ പോണം, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോണം, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്തകൾ. പക്ഷെ അതെല്ലാം അതൊരു നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത്
നമ്മൾ ഒരു വ്യക്തിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തന്നെ വരണം, ഇങ്ങനെ തന്നെ ആകണം എന്നുള്ളത് ഫോഴ്സ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കാര്യം തെറ്റാണെന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശാന്തതയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, ബ്യൂട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളിലെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കണ്ണുകളിൽ പല രീതിയിലാണ് സൗന്ദര്യം. ചിലവരുടെ ഫിസിക്കൽ ബ്യൂട്ടി ആയിരിക്കാം, ചിലവർക്ക് മനസ്സിന്റെ നന്മയായിരിക്കാം, ചിലവർക്ക് നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, നിങ്ങളുടെ തീരുമാനമെടുക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, മനസ്സിലെ ആ ഒരു നിങ്ങളുടെ തീരുമാനങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ആശയങ്ങൾ, ഇതൊക്കെ ഈ പേഴ്സൺ വളരെ സൗന്ദര്യമായിട്ടും വളരെ മനോഹരമായിട്ടും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും എന്താ പറയാ, നിങ്ങളിലെ ആ ഒരു സൗന്ദര്യം, ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പം മിണ്ടാതിരിക്കുന്നുണ്ടാകാം, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സംസാര ശൈലി, നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ പുറമെയുള്ള സൗന്ദര്യം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രത്യേകതകൾ, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ വളരെയധികം ആകർഷിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ വ്യക്തി അത് വളരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ പണ്ടെപ്പോഴും കണ്ടിരുന്നത് പോലെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ കാണാൻ കിട്ടുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ കൺമുന്നിൽ പോകുന്നില്ലായിരിക്കാം, നിങ്ങൾ കുറച്ച് മാറിയായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രോഫറ്റിക് ഡ്രീംസ് ആണ്, അതായത് ഒരുപാട് യൂണിവേഴ്സ് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തി ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ വ്യക്തി ഉപാസിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിൽ നിന്നുമായിരിക്കാം, അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു ഡിവൈൻ പവർ, അതായത് യൂണിവേഴ്സൽ സംബന്ധമായിട്ടുള്ള ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ പൊതുവേ ഉള്ള ഒരു ഡിവൈൻ പവർ ആയിരിക്കാം, ഒരു ദൈവിക ശക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സോള് ഈ വ്യക്തിയോട് പോയി പറയുന്നതായിരിക്കാം, സ്വപ്നത്തിലൂടെ പോയി പറയുന്നതായിരിക്കാം. അങ്ങനെ ഒരുപാട് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റുന്ന, വളരെ ഡിവൈൻ ആയിട്ട് തോന്നിക്കുന്ന, ദൈവികമായിട്ട് തോന്നിക്കുന്ന ഒരു കൂട്ടം സ്വപ്നങ്ങൾ ഈ വ്യക്തി കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സ്വപ്നങ്ങളിലൂടെ ഈ വ്യക്തിക്ക് കുറെ ക്ലാരിറ്റികൾ കിട്ടുന്നുണ്ട്, കുറെ വ്യക്തത കിട്ടുന്നു, കുറെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു, നിങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നല്ല രീതിയിലുള്ള ആ ഒരു സ്വപ്നം നമുക്കിവിടെ ഈ വ്യക്തി കാണുന്നതായിട്ട് ഒരുപക്ഷെ നിങ്ങളും കാണുന്നുണ്ടാകാം. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളും കാണുന്നുണ്ടാകാം, നിങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ക്യാൻസർ ആണ്. അപ്പോൾ വാട്ടർ സൈൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പുഷ് ത്രൂ എനി ഇൻസെക്യൂരിറ്റി ആണ്. അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില ഇമോഷണൽ ആയിട്ടുള്ള ബാഗേജസ് ഉണ്ട്. അതായത് ചില ഇമോഷണൽ ആയിട്ടുള്ള പെട്ടെന്ന് വിഷമം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചില രീതികളായിരിക്കാം, ചില വിശ്വാസങ്ങളായിരിക്കാം, ചില തീരുമാനങ്ങളായിരിക്കാം, ചില വാശി പിടിക്കലായിരിക്കാം. ചിലവർക്ക് അവരുടേതായിട്ടുള്ള വാശി പിടിക്കലുണ്ട്. അതായത് അവർ പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിൽ, അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ അത് ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, ഇമോഷണൽ ആകാം, അത്തരം സ്വഭാവങ്ങളൊക്കെയും ഈ വ്യക്തിക്ക് ഉണ്ടാകാം. അപ്പൊ എന്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇൻസെക്യൂരിറ്റി പുഷ് ഔട്ട് ചെയ്യാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണെങ്കിൽ പോലും അത് ഇമോഷണൽ പരമായിട്ടാണ് ഈ വ്യക്തി ദേഷ്യപ്പെടുന്നത്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത് അത് അബദ്ധമായി പോയി, ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാം. അപ്പോൾ അത്തരം ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി എന്താ പറയാ പുഷ് ഔട്ട് ചെയ്യാനായിട്ട് പുറന്തള്ളാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ കൂടുതലും നമുക്ക് ക്യാൻസർ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അത് വാട്ടർ സൈനാണ്, വാട്ടർ സോഡിയക് സൈനാണ്. ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലെവലിലേക്കും കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നു മുതൽ ഞാൻ ദേഷ്യപ്പെടില്ല, അല്ലെങ്കിൽ ഇന്നു മുതൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ സ്വഭാവ രീതികൾ ഈ വ്യക്തിക്കുണ്ട്. അതെന്തൊക്കെയാണോ അതെല്ലാം തന്നെ പുഷ് ഔട്ട് ചെയ്യാനായിട്ട്, പുറന്തള്ളാനായിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലും വളരെയധികം ഇമോഷണൽ ആയിട്ട് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെയധികം ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതായത് മുജ്ജന്മത്തിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് നിങ്ങൾ പലപ്പോഴും ഇതിൽ നിന്നും തെന്നി മാറാൻ ശ്രമിച്ചിട്ട് പോലും എന്താ പറയാ, അതിൽ നിന്നും മാറാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ്, അത് കഴിഞ്ഞ ജന്മത്തിലായിക്കോട്ടെ ഈ ജന്മത്തിലായിക്കോട്ടെ ഇങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല സാഹചര്യത്തിലും നിങ്ങൾ രണ്ടുപേരും ഇത് നിർത്തിവെക്കണം എന്ന് വിചാരിച്ചതായിരിക്കാം. പക്ഷെ നിർത്തിവെക്കണം എന്ന് വിചാരിക്കുമ്പോൾ പോലും കൂടുതൽ കൂടുതൽ തൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം, നിങ്ങളുടെ പേഴ്സണും തോന്നിയിട്ടുണ്ടാകാം. ഇത് പലവർക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയുടെ കാർഡാണ്. അപ്പൊ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്, മുജ്ജന്മ ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നിങ്ങൾക്ക് നല്ലോണം ഇത് ആഘോഷിക്കാൻ പറ്റിയില്ല. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു പ്രണയബന്ധം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ജന്മത്തില്. സോ അതിന്റെ മുന്നോടിയായിട്ട് ഈ ഒരു ജന്മത്തില് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ പലർക്കും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാകും, എത്രമാത്രം ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കണം എന്ന് വിചാരിച്ചാൽ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളിൽ പലവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാകാം. ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ദ സീക്രട്ട് ബ്രീത്ത് ആൻഡ് സൗണ്ട്, ലൈഫ് ഫോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായിട്ട്, കാരണം നമുക്കിവിടെ ഡോൾഫിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഡോൾഫിൻ എന്ന് പറയുന്ന ആ ഒരു മാമൽ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാമൽ, ഒരു ആനിമൽ ആണ് അല്ലെ, ഒരു മാമലാണ്. അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ, അത് സൗണ്ടിലൂടെയാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ കൂടെ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതായിരിക്കാം. അതല്ല എങ്കിൽ അല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട്, ഓക്കെ, അല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതുമായിരിക്കാം. അതായത് നിങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ, നിങ്ങളുടെ സോള് തമ്മിൽ മേ ബി സംസാരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാകാം, സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഇൻഡ്യൂഷൻ വഴിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ ബെറ്റർ ആയിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ വിഷമം ഈ വ്യക്തി നന്നായിട്ട്, നിങ്ങളുടെ വിഷമം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, ഈ വ്യക്തിയും നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളില്ലാത്തത് കൊണ്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ സങ്കടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.